അത്തത്തിൻ്റെ അന്ന് അത്തപ്പൂ ഇടാനൊന്നും എനിക്ക് പറ്റത്തില്ല കേട്ടോ. കാരണം നമുക്കിവിടെ പൂക്കളൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ 10 ദിവസവും 10 ദിവസമല്ല 9 ദിവസവും അത്തപ്പൂവിന് പകരം രാവിലെ വിളക്ക് കത്തിച്ചിട്ട് അങ്ങ് തുടങ്ങാമെന്ന്. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായിട്ടൊന്ന് വിളക്കൊക്കെ വയ്ക്കാം. ഈ 9 ദിവസവും ലാസ്റ്റ് തിരുവോണത്തിൻ്റെ അന്ന് വലിയ അത്തപ്പൂവൊക്കെ ഇട്ട് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇന്ന് അത്തമാണ്. അത്തത്തിൻ്റെ അന്ന് രാവിലെ കുളിച്ച് ഫ്രഷായിട്ട് വന്ന് വിളക്കൊക്കെ വെച്ചു. പിന്നെ നമ്മുടെ ഈ തിരി കത്തിച്ച് വെച്ചിട്ടോ, ഇത് നല്ല മണമാണ് ഇതിന്. അങ്ങനെ അതും കത്തിച്ച് വെച്ചു. അതാകുമ്പോൾ രാവിലെ ഒരു നല്ല മൈൻഡൊക്കെ അങ്ങ് ഫ്രഷായി നല്ല പീസ്ഫുള്ളായിട്ടിരിക്കുമല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ സമാധാനത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സമാധാനം, അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. പിന്നെ വീഡിയോ കാണുമ്പോഴേ ഒരു ലൈക്കും കൂടെ തന്നേക്കണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. നമ്മുടെ ക്ലീനിങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കണേ. അപ്പം കഴിഞ്ഞ വർഷം ഞാൻ അത്തത്തിൻ്റെ അന്ന് തൊട്ട് തിരുവോണത്തിൻ്റെ അന്ന് വരെ പൂക്കളം ഇട്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നമുക്കിവിടെ നമ്മൾ വീട് മാറിയതുകൊണ്ട് ഇവിടെ അങ്ങനെ പൂക്കളോ ചെടികളോ ഒന്നും ഇല്ല കേട്ടോ. കാരണം ഇവിടെ മുറ്റം പോലും ഇല്ല. അപ്പോൾ അങ്ങനെ കുറച്ച് പരിമിതികളുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് തീരുമാനിച്ചു കേട്ടോ. ഇതാകുമ്പോൾ എനിക്കും സമാധാനമുണ്ട്. വിളക്ക് കത്തിക്കുമ്പോൾ കിട്ടുന്നൊരു സമാധാനം അത് വേറെ തന്നെ കേട്ടോ. എനിക്ക് രാവിലെ കത്തിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ വിളക്ക് കത്തിച്ചിട്ട് നമ്മുടെ ജോലികളൊക്കെ ഇങ്ങനെ സമാധാനത്തെ തിരിയൊക്കെ കത്തിച്ച് ആ ഒരു തിരിയുടെ മണവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജോലി ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ വെപ്രാളം പിടിക്കാനായിട്ട് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് രാവിലെ ഞായറാഴ്ചയാണ് ഇന്ന്. ഞായറാഴ്ചയാണല്ലോ അത്തം തുടങ്ങുന്നത്. അപ്പം രാവിലെ ഉപ്പുമാവാണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ക്യാരറ്റും സവാളയൊക്കെ ഞാൻ നമ്മുടെ ഈ ചോപ്പറിനകത്ത് ഇട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്തു. പിന്നെ ബ്രാഹ്മിൺസിൻ്റെ റോസ്റ്റഡ് റവയാണ് കേട്ടോ എടുക്കുന്നത്. റോസ്റ്റഡ് റവ ആയതുകൊണ്ട് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഇനി. അങ്ങനെ എണ്ണ ചൂടായപ്പോൾ കടുകും ഉലുവയും ഇട്ട് പൊട്ടിച്ച്, കടുക് ഉലുവയല്ല, കടുക് ഉഴുന്നും ഇട്ട് പൊട്ടിച്ച് മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചിയും ക്യാരറ്റും സവാളയും കൂടെ ഇട്ട് ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നീലൂസിന് കഴിക്കേണ്ടത് കൊണ്ട് ഞാൻ അധികം പച്ചമുളകൊന്നും ഇട്ടില്ല. പിന്നെ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അതിനകത്തോട്ട് തേങ്ങ ഇട്ടതിന് ശേഷം നമ്മുടെ റവയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കും. ഇത്തിരി പാടാട്ടോ ഇളക്കി എടുക്കാനായിട്ട്, എനിക്ക് ഇത്തിരി പാടുപെടും ഞാൻ. അതങ്ങോട്ട് മാറ്റി വെച്ച് കമ്പിയൊക്കെ പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഉപ്പുമാവ് ഏകദേശം റെഡിയായി. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൂട്ടിക്കൊഴിച്ച് വെച്ചിട്ട് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് എടുക്കും കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഉപ്പുമാവ് എടുക്കാറുള്ളത്. ചില സമയത്ത് വെള്ളം തിളയ്ക്കുമ്പോൾ അതിനകത്തോട്ട് ഒരു നുള്ള് മഞ്ഞപ്പൊടി ഇടാറുണ്ട്. അപ്പോൾ ഉപ്പുമാവിനൊരു മഞ്ഞ കളർ കിട്ടും. ഇന്ന് ഞാൻ വിചാരിച്ചു ആ മഞ്ഞ കളർ വേണ്ട, വെറൈറ്റി പിടിക്കാമെന്ന്. എപ്പോഴും ഇങ്ങനെ ഒരേപോലെ എടുത്തു കഴിഞ്ഞാൽ കഴിക്കുന്നവർക്കും മടുക്കും, ഉണ്ടാക്കുന്ന എനിക്കും മടുക്കും. അതുകൊണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് ഉച്ചക്കലത്തേന് ചീനി കുഴച്ച് വെച്ചിട്ട് ചേട്ടായി ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ചിക്കൻ ചേട്ടായി വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയുടെ മുടി ഒന്ന് സെറ്റാക്കി കൊടുക്കും കേട്ടോ. അമ്മ കുളിക്കാനായിട്ട് പോകും. അപ്പോൾ ഇത്തിരി എണ്ണയൊക്കെ പുരട്ടിയിട്ട് ഉടക്കൊക്കെ ഒന്ന് കളഞ്ഞെടുക്കും കേട്ടോ. അമ്മയ്ക്ക് കൈ വയ്യാത്തതുകൊണ്ട് മുടി ഇങ്ങനെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾക്ക് പുറത്തോട്ട് കടയിലൊക്കെ ഒന്ന് പോകേണ്ടതുള്ളത്. അപ്പോൾ അമ്മ കുളിക്കാമെന്ന് വിചാരിച്ചു. നീലൂസിനെ വീട്ടിലാക്കിയിട്ടാണ് പോകുന്നത്. അവനെ കൊണ്ടുപോയാൽ ഒന്നും നടക്കത്തില്ല. ഒന്നാമത് ഓണത്തിൻ്റെ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും കടകളിലെന്നല്ല, റോഡിലൊക്കെ നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് നീലൂസിനെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ അവൻ്റെ പുറകെ പോകാനേ എനിക്ക് സമയം കാണും. സാധനങ്ങളൊന്നും വാങ്ങിക്കാനായിട്ട് എനിക്ക് സമയം കിട്ടത്തില്ല. അങ്ങനെ ഞങ്ങൾ ഊബർ വിളിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ ഊബറൊക്കെ വന്നു. ഞങ്ങൾ നേരെ പൊയ്ക്കൊണ്ടിരിക്കുക. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കാര്യം അമ്മയ്ക്ക് അറിയത്തില്ല കേട്ടോ. അമ്മ ശ്രദ്ധിക്കുന്നേ ഇല്ല ഫോണിലോട്ട്. ആകപ്പാടെ കണ്ണ് കണ്ടുകൂടാ, അതുകൊണ്ട് അതൊട്ടും കാണത്തില്ല. അങ്ങനെ ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കി, എന്നിട്ടും അമ്മ കാണുന്നില്ല വീഡിയോ എടുക്കുന്നതായിട്ട്. പിന്നെ ഞാനങ്ങ് നിർത്തി. അപ്പോൾ നമ്മുടെ അത്തം ദിവസത്തെ മോർണിംഗ് ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നാളത്തെ വ്ളോഗുമായിട്ട് നാളെ കാണാം. അപ്പം നമുക്ക് അടിപൊളി ഒരു വ്ളോഗുമായിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയാൻ മറക്കരുത്. ടാറ്റാ.